ഫാക്ടേഴ്സ് കിട്ടും. പത്താം ഭാവാധിപൻ തന്നെയാണ് അമാത്യകാലം. ഓക്കെ, അമാത്യകാലത്തെ നിൽക്കുന്ന നക്ഷത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാശി വെച്ചിട്ടുണ്ടെങ്കിൽ മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. രേവതി നക്ഷത്രത്തിന്റെ നാമകൃത ബുധനാണ്. രേവതി നക്ഷത്രത്തിന്റെ ജയിക്കുന്ന പുരുഷനാണ്. പുരുഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ ആരോഗ്യത്തിൽ നടക്കുന്ന ആൾക്കാർ ഈ ട്രക്കും ഈ ട്രിപ്പുകളിലൊക്കെ പോകുക, അതായത് ഈ ട്രാവൽ ആ താല്പര്യമുള്ള ആൾക്കാരൊക്കെ പോകുമ്പോൾ അവർക്ക് പലപ്പോഴും വഴിതെറ്റി പോകും. അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ആട്ടിടയന്മാർക്കൊക്കെ വഴിതെറ്റി പോവുകയും ട്രാഫിക്കൊക്കെ വഴിതെറ്റി പോവുകയും ചെയ്യും. അപ്പോൾ ഈ പുരുഷന്റെ, അതായത് രേവതി നക്ഷത്രത്തിന്റെ ദേശീയമായിട്ടുള്ള പുരുഷന്റെ പ്രധാന ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴിതെറ്റി അറിയാതെ അയഞ്ഞ് നടക്കുന്ന വ്യക്തികളെ കറക്റ്റായിട്ടുള്ള റൂട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഇദ്ദേഹം എന്താ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇദ്ദേഹം റോഡ് ഡെവലപ്മെന്റ് കമ്പനിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം വർക്ക് ചെയ്യുന്ന കമ്പനി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പ്രധാന ജോലി റോഡ് ഉണ്ടാക്കുകയും നല്ല റോഡുകൾ ഉണ്ടാക്കുക, റോഡ് പോളിഷ് ചെയ്യുക, പുതിയ റോഡുകൾ വെച്ചിട്ടുള്ള മാർക്കുകൾ സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കമ്പനിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഇദ്ദേഹം പ്രദേശത്ത് വരികയാണെങ്കിൽ അമാത്യകാലം ശുക്രനായി ബുധന്റെ രാശിയിലാണ് നിൽക്കുന്നത്. ഈ നക്ഷത്രം പുരുഷനാണ്. അപ്പോൾ ആൾക്കാരെ വഴിതെളിക്കുന്ന വ്യക്തികൾ എന്ത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് നോക്കണം. ഇനി ഈ നക്ഷത്രം നോക്കുന്നുണ്ടെങ്കിൽ ബുധൻ വക്രത്തിലാണ്. ഒബ്വിയസ്ലി അദ്ദേഹത്തിന് കരിയറിന് ബേസ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ സാലറി ഇല്ലെന്നാണ് പറയുന്നത്. സാലറി ബാക്ക്ലോഗ് ഉള്ളത് കിട്ടും. ഇനി ഇദ്ദേഹം എന്ത് പോസ്റ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കലി തന്നെ HR എന്ത് സത്യമായ അവസ്ഥ ട്രെയിനിങ് ഡയറി, അതാണ് മെഡിക്കലിന്റെ ഒരു സ്കീമാണ്. അപ്പോൾ ഇദ്ദേഹം ആക്ച്വലി HR അസിസ്റ്റന്റാണ് ജോലി ചെയ്യുന്നത്. ലോകത്തുള്ള എല്ലാ HR അസിസ്റ്റന്റെയും ടാക്സ് വെച്ചിട്ട് ബുധനാണ്. ഇനി ബുധൻ ധ്യാനത്തിലൂടെ കൺജക്റ്റിൽ നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹം ഇനി പോകുന്ന കമ്പനിയുടെ ഹെഡ് റോൾ സീനിയർ HR ആയിട്ട് ഉള്ള കാര്യം സംശയം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പത്താം ഭാവാധിപൻ എട്ട് വെച്ചിട്ട് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഡൊമൈനാണ്, ഹെൽത്ത് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഡൊമൈനാണ്. അപ്പോൾ ഇദ്ദേഹം എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഡൊമൈനാണ്. ഉച്ചാരണമാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇദ്ദേഹം ഡൊമൈനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷനിലായിരിക്കും. അമാത്യകാലം വന്നിട്ട് 7th ഹൗസിൽ പോയിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ മനസ്സിലായോ അമാത്യകാല പ്ലാനറ്റിന്റെ ഒരു പ്രത്യേകത? ഇനി ഇതിലേക്ക് വേറെ കുറച്ച് കാര്യം പറയാം. ബുധന്റെ ഹോറോസ്കോപ്പില് ഈ ഒരു കാര്യം വിട്ടെ, ഈ ഹോറോസ്കോപ്പ് നോക്കുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും. താഴെ ഒന്നും ദയവായിട്ട് നെഗറ്റീവ് കമന്റ് എടുക്കും. കാരണം നമ്മുടെ എല്ലാവരുടെ ലൈഫിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ഹോറോസ്കോപ്പിലും അതുപോലത്തെ കാര്യങ്ങളുണ്ട്. അത് ആ ലിസ്റ്റിൽ അറിയുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ അവരെ എൻകറേജ് ചെയ്യാൻ മാത്രം ശ്രമിക്കും. നമ്മൾ അതുകൊണ്ട് ആരെയും നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ മനോധൈര്യത്തിന് എടുക്കാനും ശ്രമിക്കുന്നത്. ഈ എക്സ്ട്രീം കേസുകളുണ്ടല്ലോ, ഇതറിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ താങ്കളുടെ പഠനങ്ങൾ പഠിക്കുന്ന കണ്ടുപോകുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രീം ആയിട്ടുള്ള കേസുകൾ നമുക്ക് അവർക്ക് കൊടുക്കാം. പക്ഷെ അല്ലാതെ ലഗ്നാത്തിലാണോ മറഞ്ഞു കിടക്കുകയാണോ അവരെ പൊതുസംരംഭത്തിലാണെന്നും പറയുന്നത്. സൂര്യൻ അൾട്ടിമേറ്റ്ലി ഈ തന്നെയാണ് രാജാവിന്റെ ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യും. അതും സൂര്യൻ നിൽക്കുന്നത് രാശിയിലാണ്. അപ്പോൾ അങ്ങനെ പല ബെനിഫിറ്റുകളും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇദ്ദേഹത്തിന്റെ രാജ്യത്തിലും രാഹുവിന്റെ അപഹാരമാണ് നടക്കുന്നത്. വ്യാഴം തെളിയിലെ രാഹു 9. അപ്പൊ ഈ സമയത്ത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെ അദ്ദേഹം പോകുന്നത്. ഒന്ന് എന്തോ രാഹു നിൽക്കുന്നത് നേതൃരാശിയിലാണ്. നേതൃരാശിയുടെ അടുത്ത് 5ാം ഹൗസിലാണ് നിൽക്കുന്നത് തന്നെ അദ്ദേഹത്തിന് വലിയ പ്രശ്നമാണ്. ഈ 5ാം ഹൗസിലെ കുട്ടികളുടെ രാശിയാണ്. അപ്പോൾ ഈ അന്തർദേശ അധികനായ രാഹു നേതൃരാശിയിൽ നിൽക്കുന്നു. നേതൃരാശിയിൽ അടുത്ത് കുട്ടികളുടെ ഭാവന എന്ത് നിൽക്കുന്നു. അപ്പോൾ ജനത്തിൽ കുട്ടികളുണ്ടാകുന്ന സമയമാണ്. ഇനി അതൊരു വലിയ കാര്യമാണ്. ഈ അടുത്ത ഫെബ്രുവരി ലാസ്റ്റ് വൈദ്യുതിയുടെ പേര് ഈ വേറെ കാര്യം പറയട്ടെ. ചന്ദ്രൻ രാഹു ആക്സസ് ആയതുകൊണ്ട് ചന്ദ്രൻ മദർ
എടുക്കുന്നതിന് പകരം തന്നെ തുടങ്ങുകയും ഇദ്ദേഹം ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ കണ്ടുവരുന്ന റീലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഡിസ്റ്റർബിങ് റിനോവേഷൻ മോഡിഫിക്കേഷൻ ഇതെല്ലാം നടക്കുന്നതാണ്. ഇനി ഇദ്ദേഹം അദ്ദേഹത്തിന് അല്പത്തേക്ക് നമുക്ക് വിവാഹ ജീവിതത്തിനെ കുറിച്ച് ചോദിക്കാനാണ്. അപ്പോൾ വിവാഹ ജീവിതം നിങ്ങൾ ലഗ്നക്കാരുടെ വിവാഹം ധരിക്കുന്നത് ശനിയാണ്. കുംഭരാശി അതിനാണ് ശനിയാണ്. ശനി വക്രത്തിലാണ്. ഒബ്വിയസ്ലി അദ്ദേഹത്തിന് വിവാഹം ലേറ്റാകുന്നു. മാത്രമല്ല വളരെ 7ാം ഭാവത്തിൽ ധ്യാനവും ബുധൻ നിൽക്കുന്നു. ബുധൻ വക്രതയാണ്. പിന്നെയും ലേറ്റാകുന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സമയത്ത് മാർച്ച് 2021 വിവാഹം നടന്നു. ഇനി ഒരു കാര്യം പറയാം. സ്പൗസിനും സർക്കംസ്റ്റാൻസും എപ്പോഴാണ് സ്പൗസ് വരുന്നത്? അല്ല, സ്പൗസിന് എങ്ങനെയാണ് 7ാം ഭാവത്തിൽ 4 നിൽക്കാൻ നമ്മൾ തന്നെ അറിയാം. കാരണം 4ാം ഭാവത്തെ മാതൃഭാവം മാതാവിന്റെ ഒപ്പമുള്ള നമ്മുടെ കുടുംബത്തിനോടൊപ്പമായിരിക്കും ഇദ്ദേഹം. അവരുടെ അദ്ദേഹത്തിനനുസരിച്ച് ഇദ്ദേഹത്തിന് പിന്നെ വിവാഹം നടത്തപ്പെടുന്നു. അപ്പോൾ ഇദ്ദേഹം എന്നിട്ട് ഇദ്ദേഹത്തിന് 7ാം ഭാവത്തിൽ കോശിരാശിയാണ്. കോശിരാശിയുടെ നേരിടുന്ന ഇടവരാശിയാണ്. ഫാമിലി നമ്മുടെ വീട്. അപ്പോൾ ഇദ്ദേഹം ഈ പെൺകുട്ടി ആദ്യം കാണാൻ പോയത് ആ പെൺകുട്ടിയുടെ വീട്ടിലാണ്. വീട് ഫാമിലി അദ്ദേഹത്തിന്റെ ആ ഫാമിലിയുടെ മക്കള് അവരുടെ റിലേറ്റീവ്സ് അങ്ങനെയുള്ള സ്ഥലത്തിലാണ് ഇവര് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് പറയാൻ മനസ്സിലായോ? ഞാൻ ഇതിന്റെ ദശാംശ കൂട്ടാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡൗട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ദശാംശ കൂട്ടാത്തത്. ഈ പാറ്റേൺ മെസ്സേജ് ഞാൻ പറഞ്ഞുതരാം. പാറ്റേൺ ദശാംശ ശനി 6ാം ഭാവം 7ാം ഭാവത്തിൽ ശനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ഭാവത്തിന് അനുബന്ധതയാണ്. 6ാം ഭാവം ഇതിനാണ് ബന്ധനത്തിന്റെ ഭാവം വരും. അപ്പൊ നമുക്ക് തോന്നുമായിരിക്കും ഇദ്ദേഹം ശനിദശ ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയല്ല. ഈ ശനിദശയില് ശനി ഒന്നും നക്ഷത്രത്തിലാണ്. ശനി നിൽക്കുന്നത്